രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ യാത്രയുടെ സമാപന സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനായി ഇന്നലെ രാത്രിയാണ് ഡൽഹിയിൽ നിന്നും പാട്നയിലെത്തിയത്. ക്യാമറമാൻ ഹരി മുണ്ടൂരിനോടൊപ്പമായിരുന്നു ഡൽഹിയിൽ നിന്ന് പാട്നയിലേക്കുള്ള യാത്ര. പാട്ന വിമാനത്താവളത്തിൽ വിമാനമിറങ്ങി പുറത്തിറങ്ങിയത് മുതൽ ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഫ്ലെക്സുകളും അതോടൊപ്പം തന്നെ കൊടിതോരണങ്ങളും എല്ലാം കൊണ്ട് ഈ പാട്ന നഗരം പൂർണ്ണമായും നിറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു നാളെ നടക്കാൻ പോകുന്ന ഈ സമാപനം എത്രത്തോളം വിജയമായിരിക്കും, അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കൂട്ടം ആ യാത്രയിൽ പങ്കെടുക്കും എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെയായിരുന്നു. ഇന്ന് രാവിലെ താമസിക്കുന്നയിടത്ത് നിന്നും വാഹനത്തിൽ കയറി ഗാന്ധി മൈതാനത്ത് എത്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ 10,000-കണക്കിന് മനുഷ്യരായിരുന്നു ഗാന്ധി മൈതാനത്ത് രാവിലെ 6 മണി മുതൽ തന്നെ എത്തിത്തുടങ്ങിയത്. രാവിലെ 6 മണിക്ക് അവിടെ എത്തുമ്പോൾ വലിയ ജനസാഗരമായിരുന്നു ആ മൈതാനം മുഴുവനുമായി. നിരവധി ആളുകൾ, സ്ത്രീകളും യുവാക്കളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ആ യാത്രയുടെ ഭാഗമാകാനൊക്കെയായി ആ മൈതാനത്തുണ്ടായിരുന്നു. ആ കൊടികളും ഏന്തി വോട്ട് ചോർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനെല്ലാം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജയ് വിളിച്ചുകൊണ്ടായിരുന്നു ആ സ്ത്രീകളും മുതിർന്നവരുമെല്ലാം ആ ഒരു യാത്രയുടെ ഭാഗമാകാനായിട്ട് ഗാന്ധി മൈതാനത്തേക്ക് എത്തിയത്. ഗാന്ധി മൈതാനത്തിൽ ഉള്ള ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമായിരിക്കും ഇന്നത്തെ യാത്ര ആരംഭിക്കുകയെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഗാന്ധി മുതൽ അംബേദ്കർ വരെ എന്ന് പേരിട്ട് ഒരു മാർച്ചായിരുന്നു ഇന്ന് സംഘടിപ്പിക്കാനായിട്ട് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 11 മണിക്ക് ശേഷം രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മറ്റു മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് തേജസ്വി യാദവും ഉൾപ്പെടെയുള്ള ആളുകൾ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലെത്തുകയും പുഷ്പാർച്ചന അർപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ വലിയ ജനത്തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കത് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പോലും സാധിക്കാത്ത അത്രയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു ഗാന്ധി പ്രതിമയ്ക്ക് സമീപമായിട്ട്. RJDയെയും കോൺഗ്രസിൻ്റെയും എല്ലാം പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെയും തേജസ്വിയെയൊക്കെ കാണാനായി ആശംസകൾ അർപ്പിക്കാനായിട്ട് വലിയ തിരക്കും തിക്കും കൂട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായത്. അതിനിടയിൽ നിന്ന് രാഹുൽ ഗാന്ധി പുഷ്പാർച്ചന നടത്തി. സുരക്ഷാ ജീവനക്കാരുടെ എല്ലാം സഹായത്തോടെയാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് പുറത്തു കടന്നതും. പിന്നീട് ആ തുറന്ന വാഹനത്തിലായിരുന്നു രാഹുലിൻ്റെയും തേജസ്വിയുടെയും എല്ലാം മനോഹരമായിട്ടുള്ള ഒരു യാത്ര. ആ യാത്ര വളരെ രസമുള്ളതായിരുന്നു. ആ യാത്രയിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കൂടി ആ യാത്രയുടെ ഒപ്പം ചേർന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ മുതിർന്ന നേതാക്കൾ കൂടി ആ വാഹനത്തിലുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു വിപുലമായിട്ടുള്ള ഒരു സമാപനം നടത്താനായിട്ട് ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു എന്നുള്ളത് കൂടി ഈ യാത്രയുടെ വിജയമാണ്. അങ്ങനെ ഗാന്ധി മൈതാനത്ത് നിന്നും ആ യാത്ര അംബേദ്കർ പാർക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. മുന്നിലെ വാഹനത്തിലാണ് മാധ്യമപ്രവർത്തകരെല്ലാവരും ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് ഒരു പ്രത്യേക വാഹനം സജ്ജീകരിച്ചിരുന്നു. ആ വാഹനത്തിലായിരുന്നു ഞാനും ഹരി മുണ്ടൂരൊക്കെ ആ വാഹനത്തിലായിരുന്നു. വളരെ കഷ്ടപ്പെട്ടായിരുന്നു ആ വാഹനത്തിൽ നിന്ന് ആ ദൃശ്യങ്ങളെല്ലാം പകർത്തിയത്. അത്രയധികം തിരക്കുണ്ടായിരുന്നു. വാഹനം വളരെ മെല്ലെയായിരുന്നു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. കാരണം വാഹനത്തിൻ്റെ ഇരു സൈഡിലും മുന്നിലെല്ലാമായി നിരവധി പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരെയെല്ലാം മാറ്റിക്കൊണ്ടാണ് ആ വാഹനം മെല്ലെ മുന്നോട്ട് പോയത്. വാഹനം മെല്ലെ മുന്നോട്ട് പോയി ഡാക് ബംഗ്ലാവ് ചൗക്ക് എത്തിയപ്പോഴത്തേക്ക് ആ യാത്ര അവിടെ അവസാനിക്കുകയായിരുന്നു. ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പാട്ന പോലീസ് സംഘാടകരെ അറിയിക്കുകയായിരുന്നു. നിയന്ത്രണ രേഖയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് തൽക്കാലം നിങ്ങൾ യാത്ര അവസാനിപ്പിക്കണം. ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന പന്തലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സമാപന സമ്മേളനം നടത്താമെന്ന് അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും മല്ലികാർജ്ജുൻ ഖാർഗെയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും MA ബേബിയും എല്ലാം അവിടെ വെച്ച് വലിയ വിശാലമായിട്ട് തന്നെ വോട്ടർ യാത്രയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. വോട്ട് ചോർ എന്താണെന്ന് രാഹുൽ ഗാന്ധി ഇന്ന് നടന്ന ആ സമാപന സമ്മേളനത്തിലും അവിടെ തടിച്ചുകൂടിയ ആളുകളെ മനസ്സിലാക്കി കൊടുത്തു. ഇനിയൊരു നൈട്രജൻ ബോംബ് വരാനുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി യാത്ര സമാപിച്ചുകൊണ്ട് പറഞ്ഞത്. അതെന്താണ് ആ നൈട്രജൻ ബോംബ് എന്നുള്ളൊരു കാത്തിരിപ്പായിരിക്കും ഇനിയിപ്പോൾ ഉണ്ടാവുക. എന്തായാലും രാഹുൽ ഗാന്ധി കഴിഞ്ഞ 16 ദിവസം നയിച്ച യാത്രയാണ് ഇപ്പോൾ പാട്നയിൽ തന്നെ അവസാനിച്ചിരിക്കുന്നത്. ഇത് ബീഹാറിൽ നാന്ദി കുറിച്ച ഒരു യാത്രയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഇനിയിപ്പോൾ ഈ യാത്ര കടന്നു പോകും. രാഹുലിനെയും അതോടൊപ്പം തന്നെ തേജസ്വിയെല്ലാം സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു യാത്രയാണ്. കാരണം 2 മാസം കഴിഞ്ഞാൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇത്തരമൊരു റാലി സംഘടിപ്പിക്കുകയും 10,000-കണക്കിന് ആളുകളുടെ പിന്തുണ ആ റാലിക്ക് ലഭിക്കുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടിയ മനുഷ്യർ വരെ ആ ഗാന്ധി മൈതാനത്ത് തടിച്ചുകൂടിയിരുന്നു. അവിടെ കൂടിയ ഓരോരുത്തർക്കും ഈ വോട്ട് ചോറിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ ഉള്ള ആളുകൾ തന്നെയായിരുന്നു. നമ്മൾ പ്രതികരണങ്ങൾ എടുത്തപ്പോഴെല്ലാം ആളുകൾ വോട്ട് ചോറിയെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുന്ന ഒരു കാഴ്ച കൂടി അവിടെ നിന്ന് കാണാൻ സാധിച്ചു. വളരെ ഭംഗിയായി തന്നെ യാത്ര അവസാനിപ്പിച്ചു. പോലീസ് ബംഗ്ലാ ചൗക്കിൽ ആ യാത്ര തടഞ്ഞുവെങ്കിലും ആ യാത്രക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. അത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ യാത്ര പരിസമാപ്തി കുറിച്ചത്. ഇനിയിപ്പോൾ യാത്ര തുടരും എന്ന് തന്നെയാണ്. ഇത് ബീഹാറിൽ അവസാനിക്കുന്നില്ല, ഈ യാത്ര തുടരുമെന്ന് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും എല്ലാം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏത് സംസ്ഥാനത്താണ് വോട്ട് ചോറി മുദ്രാവാക്യം നിർത്തി രാഹുൽ ഗാന്ധിയുടെ യാത്ര മുന്നോട്ട് പോവുക എന്ന് ഉടൻ തന്നെ അറിയാൻ സാധിക്കും. 110
നിയമസഭാ മണ്ഡലങ്ങളിലൂടെ 16 ദിവസം കൊണ്ട് ആ യാത്ര കടന്നു ചെന്നു. ആ യാത്ര കടന്ന ഇടങ്ങളിലെല്ലാം വലിയ സ്വീകാര്യത കിട്ടി. സാധാരണക്കാരുടെ സ്വീകാര്യതയാണ്, പാവപ്പെട്ട മനുഷ്യരുടെ സ്വീകാര്യതയാണ്. പാവപ്പെട്ട മനുഷ്യരാണ് ഈ യാത്ര വിജയിപ്പിച്ചത്. കാരണം അവരുടെ വോട്ടവകാശമാണ് ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ അത് ഇല്ലാതാക്കിയത് എന്ന് രാഹുൽ ഗാന്ധി ആ ജനങ്ങളോട് പറയുകയായിരുന്നു. അത് ജനങ്ങൾക്ക് മനസ്സിലായി, ബീഹാറിലെ മനുഷ്യർക്ക് അത് മനസ്സിലായി. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ആ യാത്രക്ക് വലിയ ഒരു പിന്തുണ ഏതായാലും അവർക്ക് ലഭിച്ചത്. ഞങ്ങളുടെ റിപ്പോർട്ടിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനിയിപ്പോൾ തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുകയാണ്.